നമുക്ക് 3 ജർമ്മൻ ക്ലാസ് ഉണ്ട് ഈ ഒരു കോഴ്സിൽ, ഞങ്ങളുടെ കോഴ്സിൽ. ഇന്ന് എൻ്റെ പീരീഡ്സ് ഡേ 2 ആണ്. ഇന്നലായിരുന്നു ഡേ 1. ഹലോ, ഇന്നൊരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ പീരീഡ്സ് ഡേ 2 ആണ്. ഇന്നലായിരുന്നു ഡേ 1. അപ്പോൾ ഇന്ന് നമ്മളുടെ ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം ക്ലാസ്സും തിരക്കൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. എന്നാലും മറ്റുള്ള ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറഞ്ഞ ദിവസവുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ പോകുന്നു, ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബ്രഷൊക്കെ ചെയ്തതിന് ഞാൻ ജസ്റ്റ് കിച്ചണിലേക്ക് പോയതാണ് കേട്ടോ. അവിടുത്തെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ കുറേ ചെടികൾ കിടപ്പുണ്ട് കേട്ടോ. മേളിൽ നിന്ന് താഴെ വരെയായിട്ട് ഓട്ടമിൽ കാണാനാണ് ഇത് ഏറ്റവും ഭംഗി കേട്ടോ. നല്ല റെഡ് കളറായിരിക്കും. സമ്മറിൻ്റെ ആ ഒരു ടൈമിൽ ഇതൊരു ഗ്രീൻ ആയിരിക്കും. വിൻ്ററിൻ്റെ ടൈമിൽ പിന്നെ അതിൻ്റെ കോല് മാത്രം, തണ്ട് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ രാവിലെ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കും. വെതറും അറിയാൻ പറ്റും, പിന്നെ റീഫ്രഷിങ് ഫീലാണ് കേട്ടോ. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും ഈ ഒരു പീരീഡ്സ് ടൈം ഉണ്ടാവുക കേട്ടോ. അപ്പം എനിക്കും കുറേ വ്യത്യാസങ്ങളുള്ള സമയമാണ്. പീരീഡ്സിന് മുന്നേയും അതെ, പീരീഡ്സിൻ്റെ ടൈമിലും അതെ കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ദിവസമാണ് ഇത്തിരി വയ്യായികയും വയറുവേദനയൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്നിപ്പം സെക്കൻഡ് ഡേ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സ് ടൈമിൽ വെളിയിൽ പോകുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. എനിക്ക് റൂമിൽ കട്ടിലിൽ തന്നെ ഇരിക്കണം, അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. അപ്പം എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ട് എന്നെ കട്ടിലൊരു സ്ഥലത്ത് ഇരുത്തിയാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്, ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതാണ് എനിക്ക് ആകെ ഇത്തിരി ഇറിറ്റേഷനുള്ള കാര്യം. പീരീഡ്സ് ടൈമിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ആ ഡേയിലൊക്കെ നമ്മൾ ബിസി ആവുന്ന ടൈമിൽ നമുക്ക് റെഡിയായി പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോകും, അല്ല ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ഒഴിവാക്കും. കാരണം എനിക്ക് റെഡിയായി ഇറങ്ങാൻ അത്ര മടിയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പീരീഡ്സ് ടൈം ഉണ്ടാവുക. പിന്നെ പീരീഡ്സിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് 1 വീക്ക് മുന്നേ തൊട്ട്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും, ഓക്കെ പീരീഡ്സ് ആവാറായി എന്നുള്ളത്. എല്ലാവർക്കും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഒരു സിംറ്റംസ് ഒരു വയ്യായ്ക ഒന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം അവരൊക്കെ ലക്കിയാണ് കേട്ടോ. ഭയങ്കര എനിക്ക് പണ്ട് കുറച്ചും കൂടെ കുഞ്ഞിലെ ഭയങ്കര വേദനയായിരുന്നു. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് അന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് വരും. അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്ന് തന്നെ കൂട്ടിയിട്ട് പോകും. അങ്ങനെയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ. കാരണം നല്ല വയറുവേദനയായിരുന്നു, ചിലപ്പം ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കട്ടിലിൽ കിടന്നിങ്ങനെ ഉരുളായിരിക്കും, ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ കുറച്ചായപ്പം ഗ്രാജ്വലി കുറഞ്ഞു വന്നു വേദനയൊക്കെ. പിന്നെ കോളേജ് ടൈം ആയപ്പോഴൊക്കെ ആണെങ്കിലും വേദനയൊക്കെ കുറച്ചും കൂടെയൊക്കെ കുറഞ്ഞു. മുന്നത്തേക്ക് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞു. ഇപ്പം മുന്നത്തെ വെച്ച് നോക്കുമ്പം അതിലും കുറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ചില മാസം വേദന ഉണ്ടാവില്ല അധികമൊന്നും, ചില മാസം ഭയങ്കര വേദന ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മാറി വരാറുണ്ട്. അപ്പോൾ ഈ മാസം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുന്നേ ഉള്ള മാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അധികം ഒരു വയറുവേദന ഉണ്ടായിരുന്നില്ല. മാനേജ് ചെയ്യാൻ പറ്റുന്ന വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പീരീഡ്സ് ആയി എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര അയ്യോ എന്നുള്ളൊരു, നമുക്കപ്പോൾ തന്നെ മൈൻഡ് അങ്ങ് ഡൗൺ ആകും. നമ്മൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് അങ്ങനെ അറിയുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് ഇങ്ങനെ ഡൗൺ ആകും. ഓ പീരീഡ്സ് ആയല്ലോ എന്ന്. അപ്പോൾ തന്നെ നമ്മൾ ആകെ വീക്കായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ ഉറക്കം എണീറ്റു കേട്ടോ. തനിയെ എണീറ്റതാണ്. ഞാൻ അലാറം വെച്ചതിനേക്കാളും മുന്നേ തന്നെ ഞാൻ എണീറ്റു. അപ്പോൾ എനിക്ക് സന്തോഷവുമായി. ധൃതി പിടിക്കട്ടല്ലോ, എനിക്ക് ധൃതി പിടിക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പിന്നെ റിലാക്സ് ചെയ്ത് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ ഇനി ആദ്യം ഫുഡ് കഴിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട് എനിക്ക്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല, മടിയായിരുന്നു. പിന്നെ എണീറ്റൊന്നും ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കഴിക്കാണ്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വിശക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കണം. ഉച്ചയ്ക്കാണ് എനിക്ക് ക്ലാസ് വരുന്നത് കേട്ടോ. ജർമ്മൻ ക്ലാസ്സാണ്, ഉച്ചയ്ക്കാണ് വരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ റെഡി ആയിട്ട് ഇറങ്ങാം, ഉച്ചത്തെ ക്ലാസ്സിലും പോകാം എന്നുള്ള ഇതാണ്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാം, അതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കണം ആദ്യം, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാറാവുള്ളൂ. വേഗം ഞാൻ പോയി ഫുഡൊക്കെ വെച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഉച്ചയായി, 12 തൊട്ട് 4 മണി വരെ എന്തോണ് ക്ലാസ് ഉള്ളത്.
അപ്പോൾ ഇനി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് സാധാരണ പോലെ തന്നെ നമ്മളിനി ട്രാം പിടിക്കണം, പിന്നെ ട്രെയിൻ പിടിക്കണം, പിന്നെ അവിടുന്ന് നടക്കണം. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഇറങ്ങാം. ഞാൻ അങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ടോ. ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ടായപ്പം കുറച്ച് തണുപ്പൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ആയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു വീക്കും അടുത്ത വീക്കും കുറച്ച് തണുപ്പുള്ള ടൈമാണ്. അപ്പോൾ ജാക്കറ്റ് ഇല്ലാണ്ട് പറ്റില്ല. ഇനിയിപ്പം ഒരു ജൂണൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ല വെയിൽ തന്നെയായിരിക്കും. ഇപ്പം ഈ 2 വീക്ക് കുറച്ച് തണുപ്പാണ് കാണിക്കുന്നത്. അത്യാവശ്യം തണുപ്പുണ്ട്, ചെറിയ തണുപ്പേ ഉള്ളൂ. പക്ഷെ ഒരു ചൂടിലേക്ക് എത്തണേ ഉള്ളൂ. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആകും. പിന്നെ ചൂട് കൊണ്ടിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജർമ്മൻ്റെ ടീച്ചർ. അപ്പോൾ ഇത് എന്തിൻ്റെ ജർമ്മൻ ക്ലാസ്സാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോൻ്റെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ 12:30 തൊട്ട് 4 മണി വരെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ പോകുമ്പം ഇങ്ങനെ നല്ലൊരു വ്യൂ കണ്ടപ്പം ജസ്റ്റ് അതും കൂടെ എടുത്തതാണ് കേട്ടോ. മേഘങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിച്ചതാണ്. അപ്പോൾ നേരെ നമുക്ക് തിരിച്ച് ഹാലയിലേക്ക് പോവാം. ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഹാലിൽ തിരിച്ച് വന്നു. അപ്പം നേരെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. കാരണം ഇനി റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാവും പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന വഴി തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിയാലാണ് ഇനി എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെ ഫുൾ തീർന്നിരിക്കുവാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വന്നേക്കുവാണ്. പിന്നെ നാളെ എനിക്ക് ഫുൾ ടൈം ക്ലാസ്സാണ്, സാറ്റർഡേ എനിക്ക് വർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ സൺഡേ വരുമല്ലേ. സൺഡേ ഇവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊന്നും തുറക്കുകയൊന്നുമില്ല, കംപ്ലീറ്റ് അടച്ചിട്ടേക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടോ ലിഡിലാണ് വന്നിരിക്കുന്നത്, ലിഡിലാണ് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ട്രോളി എടുക്കുകയാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ട്രോളി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോയിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഫ്രീ ആയിട്ടൊരു ട്രോളി അവിടെ ഇരുന്നുകൊണ്ടിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റി. സാധാരണ നമ്മൾ 50 സെൻറ്റിൻ്റെയോ 1 യൂറോൻ്റെ 2 യൂറോൻ്റെ കോയിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്താലാണ് നമുക്ക് ട്രോളി അക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഞാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സൂപ്പർ മാർക്കറ്റ് ഫുൾ ഓടി നടന്ന് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നതാണ്. ഇതൊക്കെ ബ്രെഡിൻ്റെ സെഷൻസ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി എൻ്റെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നേ, എല്ലാം തീർന്നിരിക്കുമായിരുന്നു. കുറച്ചായി ഞാൻ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഇപ്പം ഈ സെമ്മിലിനി അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും ക്ലാസ്സാണ്. എനിക്ക് വീക്കിൽ ഫ്രീ ആയിട്ടുള്ള ദിവസമില്ല ഇനി. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ കൊണ്ടുപോകണമല്ലോ, കരുതി വെക്കണമല്ലോ. എപ്പോഴും സൂപ്പർ മാർക്കറ്റ് വരാനും പറ്റില്ല. പിന്നെ എനിക്ക് തൊട്ടടുത്തല്ല, വീടിൻ്റെ തൊട്ടടുത്തല്ല സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് എപ്പോഴും വരാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങും. പക്ഷേ ഭയങ്കര പാടത് തിരിച്ച് റൂമിൽ കൊണ്ടുപോകാനായിട്ട്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള പരിപാടി ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഷോപ്പ് ചെയ്യാൻ എൻ്റെ ബുദ്ധിമുട്ടല്ല കേട്ടോ. ഷോപ്പ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമാണ്. വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ കാണുന്നില്ല അല്ലേ. ഷോപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് കൊണ്ടുപോലും കുറച്ച് ടാസ്ക്കാണ്. നടന്ന് വേണം പോവാൻ, തൊട്ടടുത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അതുകൊണ്ട് വരാറുമില്ല സൂപ്പർ മാർക്കറ്റിൽ. അതുകൊണ്ട് ഭയങ്കര കനമായിരിക്കും.
ഇപ്പം എൻ്റെ ബാക്ക് പാക്കിലും നിറച്ചും സാധനങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു കവറുണ്ട്. ഞാനൊരു കവർ വാങ്ങിയിട്ടുണ്ട്. കവർ എടുത്തില്ല, രാവിലെ എടുക്കണം എന്ന് ഓർത്ത്. റൂമിലുണ്ട്, പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ക്ലാസ് വിട്ട് നേരെ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങി കവർ എക്സ്ട്രാ. അല്ലെങ്കിൽ പിന്നെ എല്ലാം എൻ്റെ ബാഗിൽ ഇരിക്കില്ല. അങ്ങനെ ഇനി തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി നോക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കുന്നുണ്ട്. ഏകദേശം എന്തായാലും 5:30 ഉണ്ടാവുമായിരിക്കും വൈകിട്ടെന്ന് തോന്നണം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. എന്നിട്ട് ഇനി എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് സമയം നോക്കിയപ്പോൾ 6:15 ആയിട്ടോ. 6:15 ആയിട്ടുണ്ട്. സമയം പെട്ടെന്ന് പോകും. നമ്മൾ കടയിലൊക്കെ കയറിക്കോണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂല, സമയം പോകണം അറിയാമില്ല. അപ്പോൾ 6:15 ആയി സമയം. പിന്നെ ഇപ്പം സ്പ്രിങ്ങൊക്കെ സ്റ്റാർട്ടായതുകൊണ്ടിട്ട് നേരം വൈകി ഇരുട്ടുള്ളൂ. ഒരു 8 മണി വരെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി ആയൊന്നും ഫീൽ ചെയ്യുമില്ല. 8 മണിയൊക്കെ ആകുമ്പോഴും ലൈറ്റ് ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ ഓക്കെ അധികം ടൈമായിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ കുറേ സമയമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ റൂമിലേക്ക് പോട്ടെ. ഇനി കുറച്ച് പരിപാടികളുണ്ട്. റൂമിൽ ചെന്നിട്ടാണെങ്കിലും അലക്കിയിട്ടിട്ടുണ്ട്, അത് വിരിക്കണം. പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യണം. ഇപ്പം സാധനങ്ങൾ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ചെന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം പോട്ടെ കേട്ടോ. വീട്ടിലേക്ക് എത്താറായപ്പോഴാണ് അതായി ഇങ്ങനെ സോഫ വെളിയിൽ കിടക്കുന്നത് കണ്ടത് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ ആൾക്കാർക്ക് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അവർ വീടിൻ്റെ വെളിയിലൊക്കെ ഫ്രീ ആയിട്ട് വെക്കും. ഇവിടെ ഫർഷങ്കർ എന്നാണ് അതിന് പറയാം. അപ്പോൾ അങ്ങനെ അവിടെ സോഫയും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. അങ്ങനെ റൂമിൽ വന്നിട്ടോ. എനിക്ക് ഒട്ടും എനർജി ഇല്ല. എൻ്റെ തോളൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര വേദനയാണ്. ബാഗിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കവറിലായിരുന്നില്ല, അത് അത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം കൈ പിടിക്കാൻ കുറച്ചും കൂടെ പാടാണ്, നടക്കുമല്ലേ. തോളത്താകുമ്പോൾ പിന്നെയും എന്താണ് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ വേദന കൂടുതൽ തോളത്തായിരിക്കും. അതുകൊണ്ട് ഇതാ ഇവിടെയൊക്കെ നല്ല വേദന ഉണ്ട്. എപ്പോൾ അതുപോലെ ഗ്രോസറി വാങ്ങിയാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഒരുമിച്ച് കുറേ വാങ്ങണ്ട, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാമെന്ന്. ചില സമയത്ത് അങ്ങനെ വാങ്ങാറുണ്ട്. പക്ഷെ ചില സമയത്ത് എല്ലാം ഇങ്ങനെ ഒന്ന് തീരണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും, എപ്പോഴും പോകാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ വാങ്ങുമ്പോൾ കുറേ ആയി പോവും. വേറെ സമയമില്ല. ഇനിയിപ്പം ഫുൾ ക്ലാസ് ആയതുകൊണ്ട് പിന്നെ എപ്പോഴും പോകണ്ടേ. അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതെനിക്ക് കുറച്ച് നടന്നു പോകണം. ട്രാം കയറുവാണെങ്കിൽ ഒരു സ്റ്റോപ്പ് പോയാൽ മതി. കുറച്ച് നടന്നിട്ടിട്ട് ഒരു 500-600 മീറ്റർ നടന്നതിന് ശേഷം പിന്നെ ഒരു ട്രാം കയറിയിട്ട് പോവൊക്കെ വേണം ലിഡിലിൽ പോകണമെങ്കിൽ. അങ്ങനെയൊക്കെ. അപ്പോൾ ക്ഷീണിച്ചു. കാലത്ത് പോയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. കാരണം 12:30 തൊട്ട് 4 മണി വരെ ക്ലാസ് ആയിരുന്നു. 12:30-ക്ക് കയറി. പിന്നെ ഇടയ്ക്കൊരു ചെറിയൊരു ബ്രേക്ക് പോലെ തന്നു ആൾ, 15 മിനിറ്റ്. അന്നേരം ഒരു കോഫി വാങ്ങി കുടിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ. പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 6:30-6:45 സമയം. അപ്പോൾ എനിക്കറിയാമായിരുന്നു എന്തായാലും നല്ലോണം വിശക്കുന്നു. പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, ഇനി ഉണ്ടാക്കിയിട്ട് വേണം. കാലത്ത് ഞാൻ കുക്ക് ചെയ്തു, പക്ഷെ അത് രാവിലത്തേക്ക് മാത്രമായിട്ടാണ് കുക്ക് ചെയ്തത്. അധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് വെറുതെ പിടിച്ച് കുക്ക് ചെയ്യുക ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കുക്ക് ചെയ്ത് കഴിക്കുന്നവരെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാനൊരു കൂട്ടം വാങ്ങി. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ അന്നന്ന് ഉണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ടാവും, ബേക്കറി ഐറ്റംസ് പോലെ. അപ്പോൾ ക്രോസോൺ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഡോണറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. ഞാൻ എൻ്റെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൻ്റെ വ്ളോഗല്ല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതെല്ലാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ആയിരിക്കും ഇതിന് ശേഷമായിരിക്കും പറഞ്ഞതെന്ന് അറിയില്ല ഈ വീഡിയോൻ്റെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനം വാങ്ങി. കുറച്ചൊന്നുമല്ല, എനിക്ക് 1-2 സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് എപ്പോഴും പോകുമ്പോൾ ഞാനത് വാങ്ങും. എനിക്ക് കുറച്ചും കൂടെ എപ്പോഴും കഴിക്കാൻ എനിക്കിഷ്ടമാണ് ആ സാധനം. അപ്പം ഞാനങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം. ഇതുപോലത്തെ പാക്കറ്റിലാട്ടം കിട്ടുക. ചെറുതുണ്ടായിരുന്നില്ല, ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വലുതിലിട്ടിട്ട് കൊണ്ടുവന്നു. ഞാൻ സാധനം കാണിച്ചു തരാം. ഒരെണ്ണം ക്രോസിൻ്റെ ആണ് കേട്ടോ.
ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് അല്ല നോഗട്ടിൻ്റെ ക്രീമുണ്ട്. പിന്നെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ അകത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേരാ കുറച്ചും കൂടി ഉള്ളിലേക്ക് തിന്നാലാണ് അത് കാണാൻ പറ്റുള്ളൂ. അതിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ക്രീം ഉണ്ടാവും. കുറച്ച് തിന്നെത്തുമ്പോൾ ഇനി വേറെ സാധനമുണ്ട്. കണ്ട, ഇത് മധുരമുള്ള സാധനം കേട്ടോ. ബെർലിനർ എന്ന് പറയും. ഇതിൻ്റെ അകത്തും ഒരു ഫില്ലിംഗ് ഉണ്ട്. ഇവിടെ ഒരു ഓട്ടം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫില്ലിംഗ് ഉണ്ട്. ഇത് ജാം പോലത്തെ ഒരു ഫില്ലിംഗ് ആണ്. സ്ട്രോബെറി ആണോ എന്ത് ഫ്ലേവർ എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ജാം പോലത്തെ ഫില്ലിംഗാണ്. പിന്നെ ഈ മുമ്പിൽ പൗഡേർഡ് ഷുഗർ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഇത് നല്ല രസമാണ്. അത് കാണിച്ചത് ഇതിൻ്റെ അകത്തെ സാധനം ഞാൻ കാണിച്ചില്ല കേട്ടോ. എവിടെ കടിച്ചാലാ കിട്ടാന്നറിയില്ല. ഉണ്ടോ, കറക്റ്റ് ജാം പോലെ തന്നെയാണ്. ജാം പോലെ ഇരിക്കുക. അത് മധുരം കേട്ടോ, ഭയങ്കര മധുരമാണ്. പക്ഷെ ഞാൻ അങ്ങനെ മധുരം കഴിക്കാറില്ല. അപ്പോൾ ആകെ ഇങ്ങനെ ഭയങ്കര സെലക്റ്റീവായിട്ട് കുറച്ച് ആളോട് മാത്രമേ മധുരം അങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഇതെപ്പോഴും വാങ്ങും. ഒരെണ്ണം ജസ്റ്റ് വാങ്ങും. അത് വല്ലപ്പോഴും, അങ്ങനെ അധികമൊന്നുമില്ല. വല്ലപ്പോഴും അല്ലേ സൂപ്പർ മാർക്കറ്റിൽ പോകുള്ളൂ. എപ്പോഴെപ്പോഴും പോവില്ല. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ ഈ 2 സംഭവം മിക്കപ്പോഴും വാങ്ങും കേട്ടോ. കാരണം ഒന്നിലെ ക്ലാസ് വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ജോലി വിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിൽ പോവുക. അപ്പോൾ എന്തായാലും വിശന്നൊക്കെ ഇരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ട് വരും. ഒരു ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ പരിപ്പ് വട, ബജ്ജി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മധുരത്തിനേക്കാളും കൂടുതലും ഇഷ്ടം ഇതുപോലെയുള്ള പൊരിച്ച സാധനങ്ങൾ തിന്നാനാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ വെച്ചാൽ അടുത്തൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പരിപ്പ് വട വാങ്ങും, ബജ്ജി വാങ്ങും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞു പരിപ്പോടായിരിക്കും, ഇത്ര കോളുണ്ടാവുള്ളൂ. കുഞ്ഞു പരിപ്പട നല്ല ടേസ്റ്റാണ്. പക്ഷേ നല്ല മുരുമുരാന്നുണ്ടാവും. അയ്യോ, അതൊക്കെ മിസ് ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇതൊക്കെയാണ് ഇങ്ങനെ സ്നാക്ക് പോലെ കഴിക്കാറ്. പിന്നെ ഫ്രീ ഉള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇടയ്ക്ക് ബജ്ജി ഉണ്ടാക്കാറുണ്ട് ഞാൻ മിക്കപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബജ്ജി കഴിക്കാൻ. അപ്പം ഞാൻ അത് മാത്രമാണ് കഴിക്കാറുള്ളൂ. എണ്ണയെ പിടിച്ച് അത് മാത്രം അങ്ങനെ കഴിക്കാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ പഫ്സ് ഉണ്ടാക്കും. അപ്പോൾ ഞാനിതൊക്കെ കഴിക്കട്ടെ. കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. കാരണം ഇവിടെ 2 സ്ഥലത്ത് നല്ല വേദനയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പിന്നെ തുണി വിരിക്കാനുണ്ട്. അലക്കിയിട്ടേക്കാം. തുണി വിരിക്കണം. തുണി വിരിച്ചിട്ട് വിരിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണ് തുണി വിരിക്കുന്നതെന്ന്. കാരണം നമ്മുടെ ഹോം ടൂറില്ലേ, അതിൽ ഞാൻ കാണിച്ചിട്ടില്ല. അത് മുകളിലാണ്. ഞങ്ങൾക്കിങ്ങനെ ആഴേക്കുള്ളൊരു ഒരു റൂം പോലെയാണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കാണിച്ചിട്ടോ. പ്രേതാലയം പോലെ ഇരിക്കുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ തുണി എടുത്തിട്ട് മുകളിൽ പോയിട്ട് അവിടെ എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുക്ക് ചെയ്യണം. പിന്നെ റൂമൊന്ന് വൃത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറച്ച് വർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ ഫുള്ള് പണികളും കഴിയും. ഇന്ന് പ്ലാൻ ചെയ്ത പണികളൊക്കെ കഴിയും. അപ്പോഴേക്കും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. അത് വേറെ കാര്യം. പിന്നെ നാളെ ഇനി 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ വെളുപ്പിനെ എണീക്കണം. ഒരു എത്ര മണിക്ക് എണീക്കണം? 5:45 6 മണിയാകുമ്പം എണീക്കണം. എന്നിട്ട് പിന്നെ നാളെ വൈകിട്ട് വരെ 6 മണി വരെ ക്ലാസ്സാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അത് കഴിക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ ഫ്രഷൊക്കെ ആയി തുണി വിരിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അന്നേരം നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് പോയി തുണി വിരിച്ചിട്ട് വന്നു. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം എല്ലാം കഴിഞ്ഞൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഫോണിൽ ചാർജില്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ ചാർജ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ആയി. ഇനി ഫുഡ് ഉണ്ടാക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. ഒരു ഇത് കിട്ടുന്നില്ല ഫുഡ് പോയി ഉണ്ടാക്കാൻ. അപ്പം എനിക്കങ്ങനെ വിശക്കൊന്നുമില്ല ഭയങ്കരമായിട്ട്. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വിശക്കും കേട്ടോ. അപ്പം ഞാനോർത്ത് വിശക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മൂത്തി പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നോർത്തു. സൂപ്പർ മാർക്കറ്റ് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പം ഞാനോർത്ത് അങ്ങനെ എന്തെങ്കിലും ഷേക്ക് പോലെ ഉണ്ടാക്കി കുടിക്കാമെന്നോർത്ത് തൽക്കാലം.
കാരണം എനിക്കൊന്നും കുക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല, തോന്നുന്നില്ല, മൈൻഡിൽ തോന്നണില്ല കുക്ക് ചെയ്യാൻ, എനർജി ഇല്ലെന്നല്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം സമയമായിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി കുറച്ച് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, കുറച്ച് പേപ്പേഴ്സ് വായിക്കാനുണ്ട്. ക്ലാസ് ഇപ്പോൾ ജസ്റ്റ് അങ്ങ് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് വർക്ക് ലോഡൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടായിട്ടില്ല. പക്ഷേ സമ്മർ സെം ആയതുകൊണ്ടിട്ട് ഭയങ്കര ഷോർട്ടാണ് സമ്മർ സെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് 2.5 മാസമൊക്കെ ക്ലാസ്സും ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ എക്സാമും. അപ്പോൾ അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ടൈം എടുത്ത് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. വിൻ്റർ സെം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. നമ്മൾ ആദ്യത്തെ കുറേ നാളൊന്നും അങ്ങനെ അധികമൊന്നും നമ്മൾ വർക്ക് ചെയ്യാനുണ്ടാവില്ല. ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് കൂടുതലും സബ്മിഷൻസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ സെമ്മിൽ നമുക്ക് അതിനുള്ള ഒരു ടൈമില്ല, റിലാക്സിങ് ടൈമില്ല. തുടങ്ങിയാൽ പിന്നെ ചടപടയെന്ന് തുടങ്ങും, ക്ലാസ് ആയിരിക്കും, പിന്നെ അസൈൻമെൻറ്റ് കാര്യങ്ങൾ, റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അപ്പോൾ ഉള്ളത് അപ്പോൾ ചെയ്തു പോയില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഓവർലോഡായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. പിന്നെ എഡിറ്റ് ചെയ്യണം. ഞാൻ കുറേ ആയിപ്പം വീഡിയോ ഇട്ടിട്ട്, ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ എന്തായാലും വരും വേറെ വീഡിയോസ്. പക്ഷെ ടൈം കിട്ടിയില്ല. രണ്ടാഴ്ചയായി ഞാനിപ്പം വീഡിയോസ് എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഇപ്പോഴാണ് അങ്ങനെ വന്നത്. എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. പിന്നെ കുറേ തിരക്കും കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യും, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇപ്പം ഭയങ്കര കുറ്റബോധത്തിലിരിക്കുകയാണ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പം ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് സമയം ഉണ്ടല്ലോ, ഇപ്പം അധികം വർക്ക് ലോഡും ഇല്ല കോളേജിലേക്കുള്ളത്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ 8 മണിക്ക് തൊട്ട് വൈകിട്ട് 6 മണി വരെ ക്ലാസ് ഉണ്ട്, 1-2 ക്ലാസ് ഉണ്ട്. അപ്പോൾ രാവിലെ എണീക്കണം, 6 മണിക്ക് എണീക്കണം. അപ്പോൾ ഒരുപാട് ലേറ്റ് നൈറ്റൊന്നും ഇന്നധികം ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരു മാക്സിമം ഒരു 11:30 വരെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങണം. അപ്പോൾ നമുക്കിനി എഡിറ്റ് ചെയ്യണം. അത് ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഞാൻ ലാപ്പൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്. ലാപ്പ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിപ്പം ലാപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. മുന്നേ ഞാൻ ഫോണിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫോണിൽ ഒട്ടും സ്പേസ് കിട്ടുന്നില്ല. വെച്ചാൽ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കൊണ്ടും ടൈം കിട്ടാത്തത് കൊണ്ടിട്ടും ലാഗാവാണ് എല്ലാ വീഡിയോസും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫോണിൽ എല്ലാ വീഡിയോസും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. അങ്ങനെ വന്നപ്പം ഇപ്പോൾ അത്യാവശ്യം മാനേജ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഐക്ലൗഡൊക്കെ സെറ്റ് ചെയ്തു. കാരണം എനിക്ക് അല്ലാണ്ട് പറ്റില്ല എന്തായാലും. കാരണം ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വരുമല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. അതിന് ശേഷം അപ്പോൾ ഞാൻ ഓർത്തു ഐക്ലൗഡിലാകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ലാപ്പിൽ എഡിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ലാപ്പിലേക്ക് എഡിറ്റിംഗ് മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൊള്ളാം, ഫോണിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇപ്പം കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഫോൺ തന്നെയായിരുന്നു എളുപ്പം. ലാപ്പ് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുന്ന ഓർത്താണ് ലാപ്പിലേക്ക് മാറാൻ. ഇപ്പം എനിക്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആവുമല്ലോ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം. 2-3 മണിക്കൂർ അത്യാവശ്യം ആക്റ്റീവായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഇന്ന് രാവിലെ തൊട്ട് അങ്ങനെ വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ പോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വീഡിയോയിലാണെങ്കിൽ അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടാ. പിന്നെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞായിരുന്നു കേട്ടോ, ലാപ്പ് ഇങ്ങനെ ബെഡിൽ വെച്ച് യൂസ് ചെയ്യരുത് എന്നുള്ളത്. ഞാൻ കൂടുതൽ സമയവും ബെഡിലാണ് ഇരിക്കാറുള്ളത്. പക്ഷെ അത് നല്ലതല്ലാന്ന് എനിക്കറിയാം. മാറ്റണം പതുക്കെ. കാരണം ബെഡിലിരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ നടുവിനും ഇവിടെ കഴുത്തിനൊക്കെ വേദന ഉണ്ടാകും. നമ്മളിങ്ങനെ താഴേക്ക് കുനിഞ്ഞിട്ടില്ല ചെയ്യണേ. എനിക്കാണെങ്കിൽ മറ്റേ ഈ ബെഡിൽ വെക്കുന്ന ടേബിൾ പോലെ കിട്ടില്ലേ, അത് ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ അതുണ്ടായിരുന്നെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ചാരി ഇരുന്നൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കൊക്കെ കഴുത്തും നടുവൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അത് നല്ലതല്ലെന്നറിയാം. എന്നാലും പതുക്കെ മാറ്റണം. ബെഡിലിരിക്കുമ്പോഴാണ് ഒരു കംഫർട്ടബിൾ എനിക്ക്. അപ്പോൾ ടേബിളിൻ്റെ അവിടെ ആണെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, വലിയ ടേബിളല്ല. അപ്പോൾ ലാപ്പ് വെച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എനിക്ക് വേറെ ബുക്കോ പേപ്പറോ കാര്യങ്ങളോ ഒന്നും വെക്കാനും എഴുതാനുള്ള ഒരു സ്പേസൊന്നും ഇല്ല. കട്ടിലാകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ എല്ലാ സാധനങ്ങളും തുറന്നു വെച്ച് ഇങ്ങനെ എഴുതാനൊക്കെ ഭയങ്കര എളുപ്പമല്ലേ. മറ്റേത് ലാപ്പ് വയ്ക്കുമ്പോൾ തന്നെ സ്ഥലം അങ്ങ് തീരുക, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹോം ടൂറിലൊക്കെ കാണിച്ചിട്ടില്ലേ ആ റാക്കിൽ, സ്റ്റഡി ടേബിളുള്ള റാക്ക് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് പതുക്കെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾ പോലെ, ബെഡിൽ വെക്കുന്ന ടേബിൾ പോലെ എന്തെങ്കിലും വാങ്ങണം.
അതല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ അങ്ങോട്ടേക്ക് മാറണം. അപ്പം നമുക്കിനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഞാൻ ഏത് ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കേട്ടോ. നേരിട്ടൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നവർ ചോദിക്കാറുണ്ട് ഏതിലാണ് എഡിറ്റ് ചെയ്തത്. പലർക്കും ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഏതിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ കാര്യങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ലാപ്പിലേക്ക് മാറിയപ്പം ക്യാപ് കട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫോണിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇൻഷോട്ടിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ലാപ്പിൽ ഞാൻ ക്യാപ് കട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. പിന്നെ അങ്ങനെ പിന്നെ ഇതിൽ എളുപ്പമാണ് കുറച്ചും കൂടെ. ബിഗിനേഴ്സിനാണെങ്കിലും ഉപയോഗിക്കാനേ കുറച്ച് എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, പക്ഷെ എന്നാലും വോയിസ് ഓവർ കൊടുക്കുന്നതും സൗണ്ട് മാറ്റുന്നതും പിന്നെന്താ ക്രോപ്പ് ചെയ്യുന്നതും പിന്നെ മ്യൂസിക് ആഡ് ചെയ്യുന്നതും സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീഡിയോ പോലെ ചെയ്യാം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ക്യാപ് കട്ടിൽ എങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നതെന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാനും ആഡ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും അങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിനി അതൊക്കെ നോക്കട്ടെ. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്തായാലും ഇപ്പം ഈ വീഡിയോന് മുന്നേ എന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് വീഡിയോ ആണെന്നുള്ളത്. വിൻഡിൻ സ്റ്റോറിലെ വീഡിയോ ആണ് കേട്ടോ. വിൻഡിൻ സ്റ്റോറിൽ പോയപ്പോഴുള്ള എൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ അത് വേഗം എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ നാളെ ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്ത് ഇട്ടേക്കും. കാരണം നാളെ രാവിലെ ഞാൻ 6 മണിക്ക് പോയാൽ പിന്നെ വൈകിട്ട് 6 മണിയാകുമ്പോഴേ വരുള്ളൂ. ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ടൈമൊന്നും കിട്ടില്ല. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ലോഡിംഗ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തിടുവാണെങ്കിൽ പിന്നെ ഇന്ന് രാത്രി കൊണ്ട് അപ്ലോഡായിട്ട് പിന്നെ നമ്മൾ ആ ടൈമിൽ കറക്റ്റ് അങ്ങ് വീഡിയോ വീണോളും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ജർമ്മൻ്റെ ക്ലാസ്സിന് പോണതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ. അത് ജർമ്മൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ ഇനിയിപ്പം ആൾക്കാർ ചോദിക്കും എന്തിൻ്റെ ക്ലാസ്സാണെന്നുള്ളത്. ഇത് ഞങ്ങളുടെ കോഴ്സിൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ജർമ്മൻ ക്ലാസ്സാണ് കേട്ടോ. നമുക്ക് 3 ജർമ്മൻ ക്ലാസ് ഉണ്ട് ഈ ഒരു കോഴ്സിൽ, ഞങ്ങളുടെ കോഴ്സിൽ. അപ്പോൾ നമ്മൾ പഠിച്ച് നമ്മുടെ കോഴ്സ് തീരുമ്പോൾ നമ്മൾ ഈ 3 ജർമ്മൻ്റെ കോഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഈ സബ്ജക്റ്റിൽ നമുക്കൊരു MSc ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ ചെയ്യണേ. അപ്പോൾ അതിൽ ഇത്ര ക്രെഡിറ്റ്സ് എടുക്കണം എന്നുണ്ടല്ലോ. ആ ക്രെഡിറ്റ്സിൽ ഈ ജർമ്മൻ്റെ ക്രെഡിറ്റ്സ് ആഡ് ചെയ്യില്ല സബ്ജക്റ്റ് ക്രെഡിറ്റ്സിൽ. അതല്ലാണ്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൽ വരും നമ്മൾ ജർമ്മൻ 3 ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈ സെമസ്റ്ററിൽ. കഴിഞ്ഞ സെമസ്റ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. പുള്ളി എന്തോ സിക്കോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സെമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്, എൻ്റെ വയറിരുന്ന് കരയാണ്. അപ്പം ഞാൻ ഇവിടെ എഡിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ തപ്പി നിൽക്കും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തീർത്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. അതുകൊണ്ട് ഞാൻ വല്ല ഷേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ സമയം ഇപ്പം കുറേ ആയി, 10:30 ആയി. അതുകൊണ്ട് മിക്സി ഓൺ ചെയ്ത സീൻ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തൽക്കാലത്തേക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുമായിരിക്കും എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുള്ള ഇതില്ല. പക്ഷെ നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കും, എന്തായാലും കഴിച്ചിട്ട് കിടക്കുള്ളൂ. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇനി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും നോക്കൂ കേട്ടോ. കാരണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറേ ആയി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ ഉറങ്ങും. ക്ഷീണമുണ്ട് എനിക്കിത്. ഇപ്പം തന്നെ ഉറക്കമൊന്നും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് ഉറക്കം വന്നുണ്ട്. എനിക്ക് അങ്ങനെ നേരത്തെ ഉറക്കം വരാറേ ഇല്ല. ഞാൻ ഭയങ്കര ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളാണ്. ചില സമയത്ത് ഉറങ്ങാൻ വിചാരിച്ചാൽ പോലും എനിക്ക് ഉറങ്ങാൻ വരാറില്ല. വെളുപ്പിന് 5 മണിക്കൊക്കെ പോയിട്ട് രാത്രി 8 മണി 9 മണിക്കൊക്കെ വന്നാൽ പോലും എനിക്ക് ആ ഒരു ക്ഷീണം കൊണ്ട് പോലും എനിക്ക് ഉറങ്ങാൻ ചില സമയത്ത് പറ്റാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. ഫുൾ ഡേ നമ്മൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ശേഷം വന്നാലും നമുക്ക് അങ്ങനെ വലിയ ക്ഷീണമോ അങ്ങനെ ഉറങ്ങാനൊന്നും വരാറില്ല. ചില സമയത്തൊക്കെ സങ്കടം വരും രാത്രി ഉറങ്ങാൻ വിചാരിച്ചിട്ട് ഉറങ്ങാൻ പറ്റാനായിട്ടൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പം പീരീഡ്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ടിട്ടുള്ള ക്ഷീണവും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും
എനിക്കിങ്ങനെ കണ്ണടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കത് വളരെ നല്ലൊരു ഗുഡ് ന്യൂസാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് പോയത്. നമുക്ക് പീരീഡ്സ് ആണ് എന്ന് ഓർത്തിട്ട് ഭയങ്കര ഫുൾ ടൈം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ. പിന്നെ ചില കമ്പനീസിലൊക്കെ ഇങ്ങനെ പീരീഡ്സ് ടൈമിലൊക്കെ എന്താണ് വർക്കിന് പോകണ്ടാത്തതും ഫസ്റ്റ് 2 ദിവസം ലീവ് കൊടുക്കുന്നതും അങ്ങനത്തെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എല്ലായിടത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മളിപ്പം വയ്യാന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോൾ എനിക്കിപ്പോൾ പനിയായിട്ടിരിക്കുകയാണെങ്കിലും ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം. വേറൊരാൾ പുറത്തുനിന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. പിന്നെ ഇപ്പം ഷെയർഡായിട്ടൊക്കെ താമസിക്കുമ്പം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മലയാളീസ് കുറച്ച് പേര് ഷെയർഡായിട്ടൊക്കെ താമസിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം നമുക്ക് വയ്യെങ്കിലും അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. ഇവിടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം അങ്ങനെ വയ്യായിക എനിക്ക് അങ്ങനെ എപ്പോഴും വരാറില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇനി പറഞ്ഞു എന്ന് വെച്ചിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറില്ല പൊതുവേ. കഴിഞ്ഞ വിൻ്ററിലൊക്കെ ആയിരുന്നു പനിയൊക്കെ വന്നത്. ഈ വിൻ്ററിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പനി ഒരു തവണ കണ്ട് വന്നു തോന്നുന്നു. അന്നേരം ഞാൻ മാനേജ് ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അല്ലാണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല, ദൈവം സഹായിച്ച്. ബുദ്ധിമുട്ട് വന്നാൽ കുറച്ചധികം ബുദ്ധിമുട്ടാകും എല്ലാം കൂടെ വന്നാലും. ഇപ്പം തന്നെ ഭയങ്കര ടൈറ്റാണ് ഷെഡ്യൂൾ. ഇതിൻ്റെ ഇടയിൽ വയ്യാണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങാണ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. എനിക്ക് സംസാരിക്കാനുള്ള എനർജി പോലും ഇല്ല, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ടുള്ളൊരു ദിവസം, ബിസിയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും